ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ്. റിപ്പോർട്ടർ ടിവി ചാനൽ അവതാരിക സുജയ പാർവതി എറണാകുളത്ത് BJP സ്ഥാനാർത്ഥിയാകും. സുജയുടെ പേർ കേരളത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ എത്തിയിരിക്കുന്നു. എറണാകുളം ജില്ലാ പ്രസിഡന്റ് തന്നെയാണ് നിർദ്ദേശം നൽകിയത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. BJP സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി നിർദ്ദേശം സുജയ പാർവതിയെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന് പിന്നിലുണ്ട് എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. കേരളത്തിൽ 20 സീറ്റിൽ 3 നിർബന്ധമായും വനിതകൾ നിൽക്കണമെന്ന് തന്നെയാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. 3 വനിതകളെങ്കിലും ചുരുങ്ങിയത് മത്സരിപ്പിക്കണം. ഇതിനായി BJP കേരളത്തിൽ നിന്ന് നൽകിയ ലിസ്റ്റാകട്ടെ കൃത്യം 3 വനിതകളുടെ മാത്രമാണ്. ശോഭ സുരേന്ദ്രൻ വടകരയിലും നവ്യ ഹരിദാസ് കോഴിക്കോട്ടും എറണാകുളത്ത് സുജയ പാർവതിയുമാണുള്ളത്. കൃത്യമായി 3 വനിതകളെ മാത്രം ഉൾപ്പെടുത്തിയതിനാൽ ഇനി ഇതിൽ മാറ്റമുണ്ടാകില്ല എന്നതും ഉറപ്പാണ്. വനിതകളിൽ തന്നെ ഒരാളെ മറ്റു മേഖലയിലെ പ്രമുഖയെ തന്നെ കണ്ടെത്തണമെന്ന് തന്നെ ഉണ്ടായിരുന്നു. ഇതനുസരിച്ച് ആദ്യം BJP സമീപിച്ചത് നടി ശോഭനയായിരുന്നു. ശോഭനയെ പിന്തുണച്ച സുരേഷ് ഗോപിയും എത്തിയിരുന്നു. എന്നാൽ ശോഭന മത്സരിക്കാൻ താല്പര്യമെടുത്തില്ല. സീറ്റ് വേണ്ട എന്നും തൽക്കാലം പരസ്യമായി രാഷ്ട്രീയത്തിലേക്കില്ല എന്നുമായിരുന്നു അറിയിച്ചത്. തുടർന്നാണ് സുജയ പാർവതിയെ തീരുമാനിച്ചത്. പത്തനംതിട്ട വേണമെന്ന ഡിമാൻഡ് സുജയ പാർവതി മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ പത്തനംതിട്ട PC ജോർജിന് മാറ്റിവെച്ചതിനാൽ ആ കാര്യത്തിൽ ഒന്നും ചെയ്യാനാകില്ല എന്ന് BJP അറിയിച്ചു. തുടർന്ന് കിട്ടിയ സീറ്റിൽ പാർട്ടി നിർദ്ദേശം അനുസരിക്കുകയായിരുന്നു സുജയ പാർവതി. ശോഭ സുരേന്ദ്രനാകട്ടെ മത്സരത്തിൽ വിജയസാധ്യതയേറെ കുറഞ്ഞ വടകരയാണ് നൽകിയത്. വടകരയിൽ BJPക്ക് ശക്തി വളരെ കുറവാണ്. ആറ്റിങ്ങലായിരുന്നു ശോഭ സുരേന്ദ്രൻ ചോദിച്ചത്. പിന്നീട് കോഴിക്കോടിന് താല്പര്യം അറിയിച്ചു. എന്നാൽ കോഴിക്കോടും ലഭിച്ചില്ല. നമുക്കറിയാം MP നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ നയിക്കുന്ന വാർത്താ ചാനലാണ് റിപ്പോർട്ടർ. സുജയ പാർവതി ചാനലിലെ സംഘപരിവാർ മുഖമാണ്. റിപ്പോർട്ടർ ചാനൽ പൂർണ്ണമായും ഇടതുപക്ഷത്തോട് ചേർന്ന് പോകുമ്പോൾ സംഘപരിവാർ ഇടങ്ങളിലെ പ്രേക്ഷകരെ എത്തിക്കുന്ന ദൗത്യം സുജയ്ക്കാണ്. മുമ്പ് 24 ന്യൂസിലായിരുന്നുവെങ്കിലും അവിടെ നിന്നും രാജിവെക്കുകയായിരുന്നു ചെയ്തത്. സംഘപരിവാർ അനുകൂല പരിപാടിയിൽ പങ്കെടുത്ത് വേദി പങ്കിട്ടതിന് 24 ന്യൂസ് സുജയ പാർവതിയെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. BJPയുടെ ട്രേഡ് യൂണിയൻ സംഘടനയായ BMSSന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയും BMSS ആദരിക്കപ്പെടേണ്ട സംഘടനയാണെന്നും മോദിയുടെ ഭരണ നേട്ടങ്ങൾ അവഗണിക്കാനാകില്ല എന്നും തുറന്നു പറഞ്ഞതിന് സസ്പെൻഷൻ നേരിടേണ്ടി വന്ന അവതാരികയാണ് സുജയ പാർവതി. തുടർന്ന് വീണ്ടും 24 ന്യൂസിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ സുജയ രാജിവെച്ച് റിപ്പോർട്ടർ ചാനലിലെത്തുകയായിരുന്നു. വിവാദങ്ങൾക്കും സസ്പെൻഷനുമിടയിൽ നിൽക്കുമ്പോഴാണ് തന്റെ നിലപാടുകളിൽ യാതൊരു മാറ്റവുമില്ല എന്ന് വ്യക്തമാക്കി സുജയ BJP വേദിയിൽ പങ്കെടുത്തിരുന്നത്. ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തുകയും യുവാക്കളെ അഭിസംബോധന ചെയ്യുന്ന യുവമെന്ന പരിപാടിയുടെ മുന്നോടിയായുള്ള ഉദ്ഘാടന ചടങ്ങുകളിലെ സുജയുടെ സാന്നിധ്യവും ഏറെ ചർച്ചയായിരുന്നു. യുവജന സാഗരം എന്നാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആ പരിപാടിയുടെ പേര്. ഇതിന്റെ വെബ്സൈറ്റ് സുജയ പാർവതി ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു വേദിയിൽ കയറിയതിനെ തുടർന്നുള്ള നടപടികൾ താൻ ഇപ്പോൾ നേരിടുകയാണെന്നും എന്നാൽ തന്റെ നിലപാടുകളിൽ മാറ്റം വന്നിട്ടില്ല എന്നുമായിരുന്നു സുജയ പാർവതി ഈ വേദിയിൽ തുറന്നു പറഞ്ഞത്. സുജയ പാർവതി എറണാകുളത്ത് മത്സരിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കളായിരിക്കും മറുവശത്ത്. പരിചയവും ജനകീയവുമായ രാഷ്ട്രീയ നേതാക്കളെ പരാജയപ്പെടുത്തി സുജയ പാർവതിക്ക് വിജയിക്കാനാകുമോ എന്നത് കണ്ടറിയണം. ചാനൽ രംഗത്ത് തന്നെ സംഘപരിവാർ അനുകൂല വാഗ്വാദം നടത്തുമ്പോൾ തന്നെ ജനകീയമായ പ്രവർത്തനമോ പൊതുരംഗത്ത് പ്രവർത്തിച്ച സുജയ്ക്ക് പരിചയമില്ല എന്നതും ശ്രദ്ധേയമാണ്. മത്സരിക്കുന്നതിന് ചാനലിൽ നിന്നും മാറി നിന്നാലും അതിനുശേഷം വിജയിച്ചില്ലെങ്കിൽ റിപ്പോർട്ടറിൽ തന്നെ മടങ്ങിയെത്തുമെന്നും അറിയുന്നു. ഇതിനാവശ്യമായ അനുമതിയൊക്കെ നികേഷ് കുമാർ നൽകിയെന്നാണ് അറിയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.